എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബീട്രൂട്ട് ഈന്തപ്പഴം അച്ചാറാണ്. പൊതുവേ മലബാറിലേക്കൊക്കെ കല്യാണ വീടുകളിലും അതുപോലെ ബിരിയാണിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം അരിഞ്ഞ് വരുമ്പോൾ 1 കപ്പ് ബീട്രൂട്ട് ഉണ്ടാവും. അപ്പോൾ ഈ 1 കപ്പ് ബീട്രൂട്ട് എടുക്കുന്ന സമയത്ത് 1/2 കപ്പ് പുളി എടുത്തിട്ടുണ്ട്. വാളംപുളിയാണ്. അതുപോലെ 1/2 കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം ഒരു 1 കപ്പൊക്കെ വരെ എടുക്കാവുന്നതാണ്. ഇത്രയും വലിപ്പത്തിലുള്ള ഒരു വലിയ ബീട്രൂട്ടാണ്. അതിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഈന്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അരക്കപ്പ് വാളംപുളിയിലേക്ക് 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് 10 മിനിറ്റ് നേരം കുതിർത്തി വയ്ക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിക്കാതെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴേക്കും ഇത് അത്യാവശ്യം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുരു കളഞ്ഞ് വെച്ച ഈന്തപ്പഴവും അതുപോലെ വെള്ളം ഒഴിച്ച് വെച്ച പുളി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 15 മിനിറ്റ് നേരമെങ്കിലും കുതിർത്തി വെച്ച പുളിയായിരിക്കണം. കൈകൊണ്ട് നല്ലതുപോലെ പിഴിഞ്ഞ് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിനുശേഷം ഒരു 2 മിനിറ്റ് നേരം ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കുക. അപ്പോഴേക്കും ഏകദേശം നല്ലപോലെ മിക്സാക്കി ഇട്ടിട്ടുണ്ടാവും. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ മാത്രം ഇതിന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ചെറിയ തീയിലാക്കിയതിന് ശേഷം 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. പൊടി ചേർക്കുന്ന സമയത്ത് തീ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഈന്തപ്പഴം മിക്സ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിന് എടുക്കുമ്പോഴേക്കും പുളി കറക്റ്റ് ആയിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നല്ലൊരു എരിവും അതുപോലെ പുളിയും ചെറിയൊരു മധുരമൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള ഒരു ബീട്രൂട്ട് അച്ചാർ റെസിപ്പിയാണ്. സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഏറ്റവും നല്ല കോമ്പിനേഷൻ ബിരിയാണിയോ നെയ്ച്ചോറോ ആണ്. മലബാർ ഏരിയയിലൊക്കെ കല്യാണങ്ങളിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ബീട്രൂട്ട് അച്ചാറാണ്. ഒരു വട്ടമൊക്കെ കഴിച്ചവർ ഉറപ്പായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മറക്കുണ്ടാവില്ല. അത്ര നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. നിങ്ങൾക്ക് പുളി കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വിനാഗിരി ചേർക്കാവുന്നതാണ്. വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് തന്നെ അച്ചാർ പെട്ടെന്ന് തന്നെ ചീത്തായി പോവുകയില്ല. എന്നാലും അച്ചാർ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം സൂക്ഷിച്ച് വെക്കാൻ. തുറന്ന് വെക്കരുത്. അതുപോലെ അച്ചാറിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണ് ജലാംശം ഇല്ലാത്തതായിരിക്കണം. നമ്മൾ കഴുകിയതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അച്ചാറിലിട്ട് നമ്മൾ ആ സ്പൂൺ ഉപയോഗിക്കുക. അപ്പോൾ അച്ചാർ പെട്ടെന്ന് കേടാവില്ല. എപ്പോഴും നമ്മൾ ജലാംശത്തോടു കൂടി അച്ചാറിൽ സ്പൂൺ ഇടുമ്പോഴാണ് അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മളിടുന്ന മാങ്ങ നാരങ്ങ അച്ചാറൊക്കെ പോലെ ഒരു കുപ്പിയിലാക്കി നമുക്കിതും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.